പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്ട്രി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു പ്രധാന വിഷയത്തെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ പോവുകയാണ്. സ്റ്റാറ്റിസ്റ്റിക്സ്, അതായത് നമ്മുടെ സ്ഥിതിവിവരശാസ്ത്രം. അതിലെ വളരെ അടിസ്ഥാനപരമായ രണ്ടാശയങ്ങൾ: മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, പിന്നെ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. അതെ, കേന്ദ്ര പ്രവണതയുടെ അളവുകളും വ്യതിയാനത്തിന്റെ അളവുകളും. ശരിയാണ്. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഗവേഷണം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു പഠന റിപ്പോർട്ട് വായിക്കുമ്പോഴോ അതുമല്ലെങ്കിൽ നമ്മുടെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ തന്നെ രോഗികളുടെ വിവരങ്ങൾ വിശകലനം ചെയ്യേണ്ടി വരും. തീർച്ചയായും. ഉദാഹരണത്തിന് പ്ലാക്ക് സ്കോറുകൾ അല്ലെങ്കിൽ പല്ലുകളുടെ DMFT കണക്കുകൾ. ഡിക്കേഡ് മിസ്സിംഗ് ഫിൽഡ് ടീത്ത്. അതെ. പിന്നെ കുട്ടികളിൽ പല്ലുമുളയ്ക്കുന്ന പ്രായം, അങ്ങനെ ഒരുപാട് അക്കങ്ങളുമായിട്ട് നമ്മൾ ഡീൽ ചെയ്യും. ശരിയാണ്. ഈ അക്കങ്ങൾ ഇങ്ങനെ വെറുതെ നോക്കിയാൽ ഒരുപക്ഷെ നമുക്കൊരു പൂർണ്ണ ചിത്രം കിട്ടണമെന്നില്ല, അല്ലേ? ഇല്ലില്ല, കുള്ളിയൽ നമ്പറുകൾ മാത്രം. അപ്പോൾ ഈ ഡാറ്റയെ ഒന്നുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാനും അതിൽ നിന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കണ്ടെത്താനും സഹായിക്കുന്ന ചില അളവുകളാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇതിന്റെ ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, കണക്കിലോ സ്റ്റാറ്റിസ്റ്റിക്സിലോ വലിയൊരു മുൻപരിചയമില്ലാത്ത ഒരാൾക്ക് പോലും ഒരു സാധാരണ ഒരു 5ാം ക്ലാസ് നിലവാരത്തിലുള്ള ഒരു ഗണിതബോധം മാത്രം മതി. അവർക്ക് പോലും ലളിതമായ ഭാഷയിൽ ഉദാഹരണങ്ങളിലൂടെ ഇത് മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ്. വളരെ നല്ല കാര്യം. കാരണം നമ്മൾ ഈ ഡാറ്റയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അടിസ്ഥാനപരമായി 2 ചോദ്യങ്ങളാണ് മനസ്സിൽ വരേണ്ടത്. ഒന്ന്, ഈ ഡാറ്റയുടെ ഒരു സെന്റർ എവിടെയാണ്? എന്താണ് ഇതിലെ ഒരു സാധാരണ അല്ലെങ്കിൽ ഒരു ടിപ്പിക്കൽ വാല്യൂ എന്ന് പറയാവുന്നത്? അതായത് ഒരു ശരാശരി മൂല്യം. അതെ, ഒരു ജനറൽ വാല്യൂ. രണ്ടാമത്തെ ചോദ്യം, ഈ ഡാറ്റ എത്രത്തോളം ഇങ്ങനെ പരന്നു കിടക്കുന്നു, സ്പ്രെഡ് ആയിരിക്കുന്നു? അതായത് ഇതിലെ വാല്യൂസ് എല്ലാം അടുത്തടുത്താണോ അതോ ഇങ്ങനെ ഒരുപാട് അകലത്തിലാണോ ചിതറിക്കിടക്കുന്നത്? ഓക്കെ, വാല്യൂസ് ക്ലോസ് ടുഗെദർ ഓർ ഫാർ അപ്പാർട്ട്. അതെ, ഈ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് യഥാക്രമം ഈ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയും മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനും. ശരി. ഇത് നമ്മുടെ ഡെന്റൽ ഗവേഷണത്തിലും ക്ലിനിക്കൽ പ്രാക്ടീസിലും എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് നമുക്ക് വഴിയെ വിശദമായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. കേന്ദ്ര പ്രവണതയുടെ അളവുകൾ, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു കൂട്ടം ഡേറ്റയിലെ കേന്ദ്രമല്ലെങ്കിൽ ഒരു ശരാശരിയെ പ്രതിനിധീകരിക്കുന്ന ഒരൊറ്റ മൂല്യം കണ്ടെത്തുക. അതാണല്ലോ ലക്ഷ്യം. അതെ, ആ ഡേറ്റയുടെ ഒരു സെന്റർ പോയിന്റ്. ഇതിൽ പ്രധാനമായിട്ടും 3 എണ്ണാണുള്ളത്: മീൻ, മീഡിയൻ, പിന്നെ മോഡ്. ശരിയാണ്, മീൻ, മീഡിയൻ, മോഡ്. നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പരിചയമുള്ള മീൻ അഥവാ ശരാശരിയിൽ നിന്ന് തുടങ്ങാം. എന്താണ് മീൻ? അല്ലെങ്കിൽ ആവറേജ്. വളരെ ലളിതമാണ്. നമ്മുടെ കയ്യിലുള്ള എല്ലാ സംഖ്യകളും എല്ലാ മൂല്യങ്ങളും തമ്മിൽ കൂട്ടുക. ഓക്കെ. എന്നിട്ട് ആകെ എത്ര സംഖ്യകളുണ്ടോ ആ എണ്ണം കൊണ്ട് ഹരിക്കുക. അത്രയുള്ളൂ. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാലോ? ഒരു 5 ദിവസത്തെ നമ്മുടെ പോക്കറ്റ് മണി. ഒരു ദിവസം 10 രൂപ, അടുത്ത ദിവസം 15 രൂപ, പിന്നെ 20, 25, 30 എന്നിരിക്കട്ടെ. ഓക്കെ. അപ്പോ ഇതിന്റെ മീൻ കാണാൻ ഇതെല്ലാം കൂടി കൂട്ടണം. 10 + 15 + 20 + 25 + 30. അപ്പൊ എത്രയായി? 100. ആകെ 5 ദിവസത്തെ കണക്കാണല്ലോ. അപ്പോ 100നെ 5 കൊണ്ട് ഹരിക്കുക. അപ്പോ 20 കിട്ടും. അതെ, 20 രൂപ. അതാണ് അവിടുത്തെ മീൻ അഥവാ ശരാശരി പോക്കറ്റ് മണി. അതായത് ശരാശരി ഒരു ദിവസം 20 രൂപ വെച്ച് കിട്ടുന്നു എന്ന് പറയാം. അതെ. ഇനി ഡെന്റൽ ഫീൽഡിൽ ഇതിന്റെ പ്രസക്തി എന്താണെന്ന് വെച്ചാൽ, ഒരു ഗ്രൂപ്പിലെ സാധാരണ മൂല്യം, ഒരു ടിപ്പിക്കൽ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കാൻ മീൻ നല്ലതാണ്. ഇപ്പോ ഒരു 10 രോഗികളുടെ പ്ലാക്ക് ഇൻഡെക്സ് സ്കോറുകൾ നമ്മൾ എടുത്തു. ഓക്കെ. ചികിത്സയ്ക്ക് ശേഷം എന്നിരിക്കട്ടെ. 0.8, 0.9, 1, 1.1, 1.2, 1.3, 1.4, 1.5, 1.6, 1.7. ഇതിന്റെ മീൻ കണ്ടുപിടിച്ചാൽ ആ ചികിത്സയുടെ ഒരു ശരാശരി ഫലം എന്താണെന്ന് നമുക്കൊരു ധാരണ കിട്ടും. ഇവിടെ ഏകദേശം 1.25 വരും. ഓക്കെ. അപ്പോൾ ആ ഗ്രൂപ്പിന്റെ ശരാശരി പ്ലാക്ക് നില 1.25 ആണെന്ന് പറയാം. മീനിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ, അത് ആ ഡാറ്റാ സെറ്റിലെ എല്ലാ വാല്യൂസിനെയും പരിഗണിക്കും, ഒന്നിനെയും ഒഴിവാക്കില്ല. ഈ എല്ലാ മൂല്യങ്ങളെയും പരിഗണിക്കുന്നത് എപ്പോഴും ഒരു ഗുണമാണോ? ചിലപ്പോ അങ്ങേയറ്റത്തുള്ള 1, 2 വലിയ സംഖ്യകൾ അല്ലെങ്കിൽ വളരെ ചെറിയ സംഖ്യകൾ ഈ ശരാശരിയെ വല്ലാതെ അങ്ങ് സ്വാധീനിക്കില്ലേ? വളരെ ശരിയായ പോയിന്റാണ്. അതാണ് മീനിന്റെ ഒരു പ്രധാനപ്പെട്ട പരിമിതി. ഡേറ്റയിൽ അസാധാരണമായ
വളരെ വലുതോ വളരെ ചെറുതോ ആയ ചില മൂല്യങ്ങളുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഔട്ട്ലയേഴ്സ് എന്ന് പറയും. ഔട്ട്ലയേഴ്സ്. അതെ, ഈ ഔട്ട്ലയേഴ്സ് ഉണ്ടെങ്കിൽ മീൻ ചിലപ്പോൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും. അത് ആ ഗ്രൂപ്പിന്റെ ഒരു യഥാർത്ഥ കേന്ദ്രത്തെ പ്രതിനിധീകരിച്ചെന്ന് വരില്ല. ഓക്കേ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ അടുത്ത അളവിലേക്ക് പോകുന്നത്. അതാണ് മീഡിയൻ അല്ലേ? എന്താണ് ഈ മീഡിയൻ എന്ന് പറഞ്ഞാൽ? അതെ, മീഡിയൻ അഥവാ മധ്യമം, പേരുപോലെ തന്നെ മധ്യത്തിൽ വരുന്നത്. മധ്യത്തിൽ വരുന്നത്. ഇതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കയ്യിലുള്ള ഡേറ്റയെ, സംഖ്യകളെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമത്തിൽ എഴുതുക, അസെൻഡിംഗ് ഓർഡർ. ഓക്കെ. എന്നിട്ട് ആ നിരയുടെ കൃത്യം നടുക്കുവരുന്ന സംഖ്യ ഏതാണോ അതാണ് മീഡിയൻ. റോഡിന്റെ നടുക്കുള്ള മീഡിയൻ പോലെ. അതെ, അനാലജി. ഡേറ്റയെ 2 തുല്യ ഭാഗങ്ങളായിട്ട് തിരിക്കുന്നു. 50% ഡേറ്റ മീഡിയന് താഴെയും 50% മീഡിയന് മുകളിലുമായിരിക്കും. അപ്പൊ നേരത്തെ പറഞ്ഞ ആ ഔട്ട്ലയർ പ്രശ്നം അത് മീഡിയൻ എങ്ങനെ പരിഹരിക്കും? ഒരു ഉദാഹരണം വെച്ച് പറയാമോ? പറയാം. ഒരു പ്രദേശത്തെ 5 പേരുടെ മാസ വരുമാനം നോക്കാം. 8,000 രൂപ, 9,000 രൂപ, 10,000 രൂപ, 12,000 രൂപ, പിന്നെ ഒരാൾക്ക് മാത്രം 1,50,000 രൂപ. 1,50,000 രൂപ. ഓക്കേ, വലിയൊരു വ്യത്യാസം. അതെ, ഇവിടെ നമ്മൾ മീനെടുത്താൽ ആ 1,50,000 കാരണം ശരാശരി വരുമാനം വളരെ കൂടുതലായി പോന്നും. അത് ആ ഗ്രൂപ്പിലെ ഒരു സാധാരണ വരുമാനത്തെ പ്രതിനിധീകരിക്കില്ല. ശരിയാണ്. എന്നാൽ നമ്മൾ ഈ സംഖ്യകളെ ക്രമത്തിൽ എഴുതുകയാണെങ്കിൽ 8,000, 9,000, 10,000, 12,000, 1,50,000. ഇതിൽ കൃത്യം നടുക്കു വരുന്നത് ഏതാണ്? 10,000. അതെ, അതാണ് മീഡിയൻ. കണ്ടില്ലേ? ആ വലിയ ഔട്ട്ലയറായ 1,50,000 എന്ന സംഖ്യ മീഡിയനെ കാര്യമായിട്ട് ബാധിച്ചില്ല. അത് ശരിയാണ്. അതുകൊണ്ട് ഡാറ്റയിൽ ഔട്ട്ലയേഴ്സ് ഉണ്ടെന്ന് നമുക്ക് സംശയമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്തരം ഡാറ്റയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ, മീഡിയനാണ് ഒരു സാധാരണ നിലയെ പ്രതിനിധീകരിക്കാൻ മീനിനേക്കാൾ നല്ലത്, കൂടുതൽ വിശ്വസനീയം. ഡെന്റൽ ഫീൽഡിൽ മീഡിയൻ എപ്പോഴാണ് കൂടുതൽ ഉപയോഗപ്രദമാവുന്നത്? ഒരു ഉദാഹരണം പറയാം. കുട്ടികളിൽ പല്ലുമുളയ്ക്കുന്ന പ്രായം നമ്മൾ പഠിക്കുകയാണെന്ന് വെക്കുക. ഒരു 7 കുട്ടികളുടെ താഴത്തെ മുൻപല്ലുകൾ മുളച്ച പ്രായം വർഷത്തിൽ ഇങ്ങനെയാണെന്ന് കരുതുക. 5.8, 5.9, 6.0, 6.1, 6.2, 6.2, പിന്നെ ഒരാൾക്ക് മാത്രം 7.5 വയസ്സിൽ. ഓക്കെ, 7.5 കുറച്ച് വ്യത്യാസമുണ്ട്. അതെ, അതൊരു ഔട്ട്ലയറായി കണക്കാക്കാം. നമ്മളിത് ക്രമത്തിൽ എഴുതിയാൽ 5.8, 5.9, 6.0, 6.1, 6.2, 6.2, 7.5. 7 പേരുള്ളതുകൊണ്ട് 4ാമത്തെ വാല്യൂ, അതായത് 6.1, അതാണ് മീഡിയൻ. ശരി. നമ്മൾ മീനാണ് എടുത്തതെങ്കിൽ ആ 7.5 കാരണം ശരാശരി പ്രായം കുറച്ചുകൂടി വലുതാകുമായിരുന്നു. അതുപോലെ സലൈവയുടെ ഒഴുക്കിന്റെ നിരക്ക്, സലൈവ ഫ്ലോ റേറ്റ്, അളക്കുമ്പോൾ ചിലർക്ക് വളരെ കുറഞ്ഞ അളവായിരിക്കാം. അങ്ങനെയുള്ളപ്പോഴും മീഡിയൻ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ചുരുക്കത്തിൽ ഔട്ട്ലയേഴ്സിനെ പ്രതിരോധിക്കാനുള്ള കഴിവാണ് മീഡിയന്റെ പ്രധാന ശക്തി. ഓക്കെ, അപ്പൊ മീൻ, മീഡിയൻ. ഇനി മൂന്നാമത്തെ ആള് മോഡ്. മോഡ് അതെന്താണ്? മോഡ് അഥവാ ബഹുലകം. ഇത് വളരെ സിമ്പിളാണ്. സിമ്പിളാണോ? അതെ, ഒരു ഡാറ്റാ സെറ്റിൽ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ചു വരുന്ന മൂല്യം ഏതാണോ അതാണ് മോഡ്, മോസ്റ്റ് ഫ്രീക്വന്റ് വാല്യൂ. ഓക്കെ, ഒരു ക്ലാസ്സിലെ 10 കുട്ടികളുടെ ഷൂ സൈസ് നമ്മൾ എടുത്തു. 6, 7, 7, 8, 8, 8, 8, 9, 9, 10. ഇതിലെ ഏറ്റവും കൂടുതൽ തവണ വരുന്നത് സൈസ് 8 ആണ്. 4 തവണ വരുന്നുണ്ട്. അപ്പോൾ മോഡ് 8 ആണോ? അതെ, കൃത്യമാണ്. അവിടുത്തെ മോഡ് 8 ആണ്. ഡെന്റൽ ഉദാഹരണം എങ്ങനെ പറയാം? ഒരു ക്ലിനിക്കിൽ ഒരു മാസം വന്ന് 100 രോഗികളിൽ ഒരു 40 പേർ പറഞ്ഞ പ്രധാന ലക്ഷണം പല്ലിൽ തണുപ്പ് തട്ടുമ്പോൾ വേദന എന്നാണെങ്കിൽ, ആ ക്ലിനിക്കിലെ രോഗലക്ഷണങ്ങളുടെ മോഡ് പല്ലിൽ തണുപ്പ് തട്ടുമ്പോൾ വേദന എന്നതാണ്. ഓക്കെ. അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രായത്തിലുള്ള കുട്ടികളിൽ നമ്മൾ DMFT സ്കോർ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് DMFT 0 ആണെങ്കിൽ അവിടുത്തെ മോഡ് 0 ആണ്. ഈ മോഡ് എപ്പോഴാണ് കൂടുതൽ പ്രയോജനപ്പെടുന്നത്? മീഡിയൻ പോലെ ഇത് സംഖ്യകൾക്ക് മാത്രമാണോ ഉപയോഗിക്കാൻ പറ്റുക? അല്ല, അതാണ് മോഡിന്റെ ഒരു പ്രധാന പ്രത്യേകത. മോഡ് സംഖ്യാത്മകമായ ഡേറ്റയ്ക്കും അല്ലാത്ത ഡേറ്റയ്ക്കും, കാറ്റഗോറിക്കൽ ഡേറ്റയ്ക്കും ഉപയോഗിക്കാം. കാറ്റഗോറിക്കൽ ഡേറ്റ? അതെ, അതായത് വിഭാഗങ്ങൾ. ഉദാഹരണത്തിന് നിറങ്ങൾ, പേരുകൾ, അഭിപ്രായങ്ങൾ, അങ്ങനെയുള്ളവ. ഏറ്റവും സാധാരണമായ സ്വഭാവം അല്ലെങ്കിൽ ഏറ്റവും പോപ്പുലറായ വിഭാഗം ഏതാണെന്ന് കണ്ടെത്താൻ മോഡാണ് ഏറ്റവും നല്ലത്. ഓക്കെ. രോഗികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ടൂത്ത് പേസ്റ്റ് ബ്രാൻഡ് ഏതാണ്? അല്ലെങ്കിൽ
ഒരു പ്രത്യേക രോഗത്തിന് ഡോക്ടർമാർ ഏറ്റവും കൂടുതൽ നിർദ്ദേശിക്കുന്ന ചികിത്സാ രീതി ഏതാണ്? ഒരു സർവേയിൽ ഏറ്റവും കൂടുതൽ പേർ യെസ് എന്നുത്തരം പറഞ്ഞോ നോ എന്നുത്തരം പറഞ്ഞോ? ഇതൊക്കെ കണ്ടെത്താൻ മോഡ് ഉപയോഗിക്കാം. ശരി. അപ്പൊ ഡാറ്റയുടെ കേന്ദ്രം എവിടെയാണെന്ന് പറയാൻ മീൻ, മീഡിയൻ, മോഡ് എന്നീ 3 വഴികൾ നമ്മൾ കണ്ടു. ഓരോന്നിനും അതിൻ്റെതായ ഉപയോഗങ്ങളും പരിമിതികളുമുണ്ട്. അതെ. പക്ഷേ ഈ കേന്ദ്രം മാത്രം അറിഞ്ഞാൽ മതിയോ? ഇപ്പോ 2 ഗ്രൂപ്പുകൾക്ക് ഒരേ മീനാകാം, പക്ഷേ അവ തമ്മിൽ വലിയ വ്യത്യാസമുണ്ടാകാം. നേരത്തെ പറഞ്ഞ ക്ലാസ് എ, ക്ലാസ് ബി ഉദാഹരണം പോലെ. വളരെ ശരിയാണ്. കേന്ദ്രം എവിടെയാണെന്ന് അറിയുന്നത് ചിത്രത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. ആ കേന്ദ്രത്തിന് ചുറ്റും ഡേറ്റ എങ്ങനെയാണ് വിതരണം ചെയ്തിരിക്കുന്നത്, എത്രത്തോളം പരന്നുകിടക്കുന്നു അതും അറിയണം. അവിടെയാണ് നമ്മുടെ രണ്ടാമത്തെ പ്രധാന ആശയം വരുന്നത്. മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ, വ്യതിയാനത്തിന്റെ അളവുകൾ. ഓക്കെ, ഡിസ്പേർഷൻ, അതായത് ചിതറലല്ലേ? അതെ. ഡേറ്റാ പോയിന്റുകൾ ആ കേന്ദ്രത്തിൽ നിന്ന്, ഉദാഹരണത്തിന് മീനിൽ നിന്ന് എത്ര അടുത്താണ് അല്ലെങ്കിൽ എത്ര അകലെയാണ് ചിതറിക്കിടക്കുന്നത് എന്ന് പറയുന്ന അളവുകളാണിവ. ക്ലാസ് എ, ക്ലാസ് ബി ഉദാഹരണം ഒന്നുകൂടി പറയാമോ? പറയാം. ക്ലാസ് എയിലെ ഉയരങ്ങൾ 158, 159, 160, 161, 162 സെന്റിമീറ്റർ. ക്ലാസ് ബിയിലെ ഉയരങ്ങൾ 140, 150, 160, 170, 180 സെന്റിമീറ്റർ. 2 ഗ്രൂപ്പിന്റെയും മീൻ 160 സെന്റിമീറ്റർ ആണ്. പക്ഷെ ക്ലാസ് എയിൽ എല്ലാവരും 160-ന് വളരെ അടുത്താണ്, വലിയ വ്യത്യാസമില്ല. അതെ. ക്ലാസ് ബിയിലോ 140 മുതൽ 180 വരെ. മീനായ 160-ൽ നിന്ന് ഒരുപാട് ദൂരെയാണ് പല പോയിന്റുകളും. ഡേറ്റ കൂടുതൽ സ്പ്രെഡാണ്, കൂടുതൽ പരന്നു കിടക്കുന്നു. ഓക്കെ. വ്യത്യാസം വ്യക്തമാണ്. ഈ പരക്കലിനെ അഥവാ ചിതറലിനെ ഒരു സംഖ്യ കൊണ്ട് അളക്കാൻ സഹായിക്കുന്ന ടൂൾസാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. അപ്പോ ഈ പരക്കൽ അളക്കാനുള്ള വഴികൾ എന്തൊക്കെയാണ്? ഏറ്റവും ലളിതമായ ഒരെണ്ണമാണ് റേഞ്ച്, വ്യാപ്തി എന്ന് പറയാം. റേഞ്ച് ഡാറ്റയിലെ ഏറ്റവും വലിയ മൂല്യവും ഏറ്റവും ചെറിയ മൂല്യവും തമ്മിലുള്ള വ്യത്യാസം. അത്രേ ഉള്ളൂ. ഓക്കെ. നേരത്തെ ക്ലാസ് എയില് ഏറ്റവും വലുത് 162, ചെറുത് 158. അപ്പോൾ റേഞ്ച് 162, 158 സമം 4 സെന്റിമീറ്റർ. അതെ. ക്ലാസ് ബിയിലോ? ഏറ്റവും വലുത് 180, ചെറുത് 140. അപ്പോ 180, 140 സമം 40 സെന്റിമീറ്റർ. അപ്പോൾ റേഞ്ച് നോക്കുമ്പോൾ തന്നെ ക്ലാസ് ബിയിലാണ് കൂടുതൽ പരക്കലെന്ന് മനസ്സിലാക്കാം, അല്ലേ? മനസ്സിലാക്കാം. ഡെന്റൽ ഉദാഹരണം പറഞ്ഞാൽ ഒരു രോഗിയുടെ പല പല്ലുകളിലായി അളന്ന പോക്കറ്റ് ഡെപ്തുകൾ മില്ലിമീറ്ററിൽ 2, 3, 3, 4, 4, 4, 5, 9 എന്നിങ്ങനെയാണെങ്കിൽ ഏറ്റവും വലുത് 9, ചെറുത് 2. അപ്പോൾ റേഞ്ച് 9 × 2 7 മില്ലിമീറ്റർ. ഇത് കണ്ടെത്താൻ വളരെ എളുപ്പമാണല്ലോ. എളുപ്പമാണ്. പക്ഷേ റേഞ്ചിനൊരു വലിയ പ്രശ്നമുണ്ട്. എന്താണത്? അത് ആകെ 2 വാല്യൂസിനെ മാത്രമേ നോക്കുന്നുള്ളൂ. ഏറ്റവും വലുതിനെയും ഏറ്റവും ചെറുതിനെയും. ശരിയാണ്. ഇടയിലുള്ള ബാക്കി ഡാറ്റ എങ്ങനെയാണ് കിടക്കുന്നത് എന്നതിനെക്കുറിച്ച് റേഞ്ച് ഒന്നും പറയുന്നില്ല. ആ പോക്കറ്റ് ഡെപ്ത് ഉദാഹരണത്തില് ഒരൊറ്റ 9 mm വന്നതുകൊണ്ട് റേഞ്ച് 7 ആയി. പക്ഷേ ബാക്കി മിക്കവാറും അളവുകളും 2-നും 5-നും ഇടയിലാണ്. അതായത് ഔട്ട്ലയേഴ്സ് റേഞ്ചിനെ വല്ലാതെ സ്വാധീനിക്കും, തെറ്റിദ്ധാരണയുണ്ടാക്കാം. അപ്പോൾ റേഞ്ച് മാത്രം നോക്കി ഒരു നിഗമനത്തിൽ എത്തുന്നത് അത്ര ശരിയല്ല. അല്ല, തീർച്ചയായും അല്ല. കുറച്ചുകൂടി നല്ല അളവുകൾ വേണം. അപ്പോ ഈ ചിതറൽ അളക്കാൻ കൂടുതൽ വിശ്വസനീയമായ മാർഗങ്ങൾ എന്തൊക്കെയാണ്? അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട 2 അളവുകൾ വരുന്നത്. വേരിയൻസ്, പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ശരിയാണ്. വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും. ഇതിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അഥവാ SD ആണ് ഡിസ്പേർഷൻ അളക്കാൻ നമ്മൾ ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്നതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ രീതി. SD ശരിക്കും പറയുന്നത് SD പറയുന്നത് ഒരു ഡേറ്റാ സെറ്റിലെ ഓരോ പോയിന്റും ആ സെറ്റിന്റെ മീനിൽ നിന്ന് ശരാശരി എത്ര ദൂരെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ്. ആവറേജ് ഡിസ്റ്റൻസ് ഫ്രം ദ മീൻ. ഈ ശരാശരി ദൂരം എന്നത് കുറച്ചുകൂടി ലളിതമാക്കാമോ? ചെറിയ SD, വലിയ SD എന്നൊക്കെ കേൾക്കാറുണ്ട്. അതെന്താണ്? നമുക്ക് ആ കോഫി ഷോപ്പ് ഉദാഹരണം ഒന്നുകൂടെ എടുക്കാം. ഓക്കെ. ഒരു കോഫി ഷോപ്പിൽ ഓർഡർ ചെയ്താൽ കാപ്പി കിട്ടാനുള്ള സമയം എപ്പോഴും ഏകദേശം ഒരുപോലെയാണ്. 2.5 മിനിറ്റ്, 3 മിനിറ്റ്, 3.5 മിനിറ്റ്. ഇവിടെ മീൻ 3 മിനിറ്റാണ്. ഈ സമയങ്ങളെല്ലാം മീനായ 3-നോട് വളരെ അടുത്താണ്, അല്ലേ? വലിയ വ്യതിയാനമില്ല. അപ്പോൾ ഇവിടുത്തെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ SD വളരെ ചെറുതായിരിക്കും. ഓക്കെ, ചെറിയ SD. അതിനർത്ഥം അവിടുത്തെ സേവനം സ്ഥിരതയുള്ളതാണ്, കൺസിസ്റ്റന്റ്. നമുക്ക് ഏകദേശം പ്രവചിക്കാൻ പറ്റും എത്ര സമയമെടുക്കുമെന്ന്.
ശരി. ഇനി മറ്റേ കോഫി ഷോപ്പ്. അവിടെ സമയം ചിലപ്പോ 1 മിനിറ്റ്, ചിലപ്പോ 5 മിനിറ്റ്, ചിലപ്പോ വെറും അര മിനിറ്റ്, ചിലപ്പോ 6 മിനിറ്റ്. ഇവിടെയും മീൻ 3 മിനിറ്റ് തന്നെ ആകാം. പക്ഷെ സമയങ്ങൾ മീനിൽ നിന്ന് ഒരുപാട് അകലെയാണ്. അതെ, വ്യതിയാനം വളരെ കൂടുതലാണ്. അപ്പോ ഇവിടുത്തെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ SD വളരെ വലുതായിരിക്കും. ഓക്കെ, വലിയ SD. അതിനർത്ഥം അവിടുത്തെ സേവനം സ്ഥിരതയില്ലാത്തതാണ്, ഇൻകൺസിസ്റ്റന്റ്. നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. അപ്പോ ചെറിയ SD എന്നാൽ സ്ഥിരത, ഡാറ്റ അടുത്തടുത്ത്. വലിയ SD എന്നാൽ അസ്ഥിരത, ഡാറ്റ ചിതറിക്കിടക്കുന്നു. ഇത് ഡെന്റൽ ഗവേഷണത്തിൽ എങ്ങനെയാണ് വരുന്നത്? നമുക്ക് 2 പുതിയ ഫ്ലോറൈഡ് വാണിഷുകളുടെ ഫലം താരതമ്യം ചെയ്യുന്ന ഒരു പഠനം നോക്കാം. പ്ലാക്ക് കുറയ്ക്കുന്നതിലുള്ള കഴിവാണ് നോക്കുന്നത്. ഓക്കെ, വാർണിഷ് A, വാർണിഷ് B. വാണിഷ് A ഉപയോഗിച്ച ഗ്രൂപ്പിലെ 5 പേരുടെ പ്ലാക്ക് സ്കോർ കുറഞ്ഞത് ചികിത്സയ്ക്ക് ശേഷം ഇങ്ങനെയാണെന്ന് കരുതുക: 1.1, 1.2, 1.0, 1.1, 1.2. എല്ലാം അടുത്തടുത്തുള്ള സ്കോറുകൾ. അതെ, ഇതിന്റെ മീൻ ഏകദേശം 1.12 വരും. സ്കോറുകളെല്ലാം വളരെ അടുത്തായതുകൊണ്ട് ഇവിടത്തെ SD വളരെ ചെറുതായിരിക്കും. അതായത് വാർണിഷ് A സ്ഥിരതയോടെ പ്രവർത്തിക്കുന്നു. അതെ, കൺസിസ്റ്റന്റ് ഇഫക്റ്റ്. ഇനി വാർണിഷ് B ഉപയോഗിച്ച ഗ്രൂപ്പിലെ സ്കോർ കുറവ് ഇങ്ങനെ: 0.5, 1, 1.5, 2, 2.5. ഓ, വലിയ വ്യത്യാസം. അതെ, ഇവിടെ മീൻ 1.5 ആണ്. പക്ഷെ സ്കോറുകൾ 0.5 തൊട്ട് 2.5 വരെ പരന്നു കിടക്കുന്നു. അപ്പോൾ ഇവിടത്തെ SD എന്തായിരിക്കും? വലുതായിരിക്കും. തീർച്ചയായും വളരെ വലുതായിരിക്കും. ഇതിനർത്ഥം വാർണിഷ് B ചിലരിൽ നന്നായി പ്രവർത്തിക്കുന്നു, ചിലരിൽ അത്ര നന്നായി പ്രവർത്തിക്കുന്നില്ല. ഫലം സ്ഥിരതയില്ലാത്തതാണ്, ഇൻകൺസിസ്റ്റന്റ്. അപ്പോൾ ഈ SD എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ തരുന്നുണ്ട്. വളരെയധികം. ഈ വേരിയൻസ് എന്ന് പറഞ്ഞതോ? അതും SD-യും തമ്മിലുള്ള ബന്ധം എന്താണ്? രണ്ടും ഒന്നാണോ? ഒന്നല്ല, പക്ഷേ വളരെ അടുത്ത ബന്ധമുണ്ട്. വേരിയൻസും ഡിസ്പേർഷൻ അളക്കാനുള്ള ഒരു രീതിയാണ്. ശരിക്കും പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നതിലെ ഒരു സ്റ്റെപ്പാണ് വേരിയൻസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ. വേരിയൻസ് എന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ സ്ക്വയർ, വർഗ്ഗമാണ്. തിരിച്ചും പറയാം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നത് വേരിയൻസിന്റെ സ്ക്വയർ റൂട്ടാണ്. അപ്പൊ എന്തിനാണ് രണ്ടും? രണ്ടും ഡേറ്റയുടെ ചിതറൽ തന്നെയാണ് അളക്കുന്നത്. പക്ഷെ ഒരു പ്രധാന വ്യത്യാസമുണ്ട്. SD-യുടെ യൂണിറ്റ് നമ്മുടെ യഥാർത്ഥ ഡേറ്റയുടെ അതേ യൂണിറ്റ് ആയിരിക്കും. ഉദാഹരണത്തിന്, ഉയരം സെന്റിമീറ്ററിൽ അളന്നാൽ SD-യും സെന്റിമീറ്ററിലായിരിക്കും. പക്ഷെ വേരിയൻസ് cm²-ലായിരിക്കും. ഓക്കെ. അതുകൊണ്ട് നമുക്ക് വ്യാഖ്യാനിക്കാനും മനസ്സിലാക്കാനും എളുപ്പം സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. അതുകൊണ്ടാണ് റിപ്പോർട്ടുകളിലും പഠനങ്ങളിലും SD കൂടുതലായി ഉപയോഗിക്കുന്നത്. പിന്നെ സാമ്പിൾ SD S, പോപ്പുലേഷൻ SD സിഗ്മ എന്നൊരു വേർതിരിവ് കൂടിയുണ്ട്. ശരി. അപ്പോ SD ആണ് ഡിസ്പേർഷൻ അളക്കാനുള്ള പ്രധാനപ്പെട്ട ടൂൾ. അതെ. ഇപ്പോൾ നമ്മൾ ഡേറ്റയുടെ കേന്ദ്രം കാണാനും ഡേറ്റയുടെ പരക്കൽ ഡിസ്പേർഷൻ അളക്കാനും പഠിച്ചു. മീൻ, മീഡിയൻ, മോഡ്, പിന്നെ റേഞ്ച്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇനി ഇവ രണ്ടും, അതായത് സെന്ററും സ്പ്രെഡും, എങ്ങനെയാണ് ഒരുമിച്ച് നമുക്കൊരു വലിയ ചിത്രം, ബിഗ് പിക്ചർ നൽകുന്നത്? അതാണ് ഏറ്റവും പ്രധാനം. മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഒരുമിച്ച് വരുമ്പോഴാണ് ഡേറ്റയെക്കുറിച്ച് നമുക്ക് ശരിയായ ഒരു ഉൾക്കാഴ്ച കിട്ടുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ വരുന്നത് നോർമൽ കർവ് അഥവാ ബെൽ കർവ് എന്ന ആശയം മനസ്സിലാക്കുന്നതിലാണ്. ബെൽ കർവ് കേട്ടിട്ടുണ്ട്. അതെ, പ്രകൃതിയിലെ ഒരുപാട് അളവുകൾ, മനുഷ്യരുടെ ഉയരം, ഭാരം, IQ, ബ്ലഡ് പ്രഷർ, ഇതൊക്കെ ഒരു വലിയ ജനസംഖ്യയിൽ അളന്നാൽ അതിൻ്റെ ഒരു വിതരണം, ഡിസ്ട്രിബ്യൂഷൻ ഗ്രാഫിൽ വരച്ചാൽ ഏകദേശം ഒരു ബെല്ലിന്റെ ആകൃതി കിട്ടും. തലകീഴായ ഒരു ബെൽ. ഓക്കെ. ഇതിനെയാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഈ ബെൽ കർവിനെ പൂർണ്ണമായും നിർവചിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. എന്തൊക്കെയാണത്? അതിന്റെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും. ആഹാ. മീനാണ് ആ ബെല്ലിന്റെ കൃത്യം നടുക്കുള്ള പോയിന്റ്. അതായത് ഏറ്റവും ഉയരം കൂടിയ ഭാഗം, പീക്ക്, എവിടെ വരണം എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, ബെല്ലിന്റെ സ്ഥാനം. അതെ. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് ആ ബെല്ലിന്റെ ആകൃതി, ഷേപ്പ്, അതായത് അതിന്റെ വീതി എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത്. വീതിയോ? അതെങ്ങനെ? SD ചെറുതാണെങ്കിൽ ഡേറ്റയെല്ലാം മീനിനോട് വളരെ അടുത്താണല്ലോ. അപ്പോൾ ബെൽ നല്ല ഉയരമുള്ളതും വീതി കുറഞ്ഞതുമായിരിക്കും, കൂർത്ത ബെൽ. ഓക്കെ, ഡേറ്റ ഒതുങ്ങിക്കൂടിയിരിക്കുന്നു. അതെ. ഇനി SD വലുതാണെങ്കിലോ? ഡേറ്റ മീനിൽ നിന്ന് ഒരുപാട് അകലെ പരന്നു കിടക്കുകയാണ്. അപ്പോൾ ബെൽ ഉയരം കുറഞ്ഞതും
നല്ല വീതിയുള്ളതും പരന്നതുമായിരിക്കും. ആ മനസ്സിലായി. ചെറിയ SD കൂർത്ത ബെല്ല്, വലിയ SD പരന്ന ബെല്ല്. അതെ. ഈ ബെൽ കർവ് അറിഞ്ഞതുകൊണ്ട് നമുക്ക് പ്രായോഗികമായി എന്തെങ്കിലും ഗുണമുണ്ടോ? ഓ, ഒരുപാടുണ്ട്. ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷന് വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമുണ്ട്. അതിന് എംപീരിക്കൽ റൂൾ അല്ലെങ്കിൽ 68-95-99.7 റൂൾ എന്ന് പറയും. 68-95-99.7. അതെ. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ ഏകദേശം 68% ഡേറ്റയും മീനിൽ നിന്ന് ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ദൂരത്തിനുള്ളിൽ മീൻ +1 SD ആയിരിക്കും വരുന്നത്. ഓക്കെ, ഭൂരിഭാഗവും. ഏകദേശം 95% ഡേറ്റയും മീനിൽ നിന്ന് 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ദൂരത്തിനുള്ളിൽ മീൻ +2 SD ആയിരിക്കും. 95%? അതെ. പിന്നെ ഏകദേശം 99.7% ഡേറ്റ, അതായത് മിക്കവാറും എല്ലാം, മീനിൽ നിന്ന് 3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ദൂരത്തിനുള്ളിൽ മീൻ +3 SD ആയിരിക്കും. കൊള്ളാം. നമ്മൾ ഈ മെഡിക്കൽ ഫീൽഡിലൊക്കെ നോർമൽ റേഞ്ച് എന്ന് പറയാറില്ലേ? ഉദാഹരണത്തിന് നോർമൽ ബ്ലഡ് പ്രഷർ റേഞ്ച്, നോർമൽ ബ്ലഡ് ഷുഗർ ലെവൽ റേഞ്ച്. പറയാറുണ്ട്. അതൊക്കെ പലപ്പോഴും ഈ തത്വമനുസരിച്ചാണ് തീരുമാനിക്കുന്നത്. അതായത് ഭൂരിഭാഗം ആരോഗ്യമുള്ള ആളുകളും, ഉദാഹരണത്തിന് 95% പേർ വരുന്ന ആ ഒരു റേഞ്ചിനെ മീൻ +2 SD നോർമലായിട്ട് കണക്കാക്കുന്നു. അതിന് പുറത്തുള്ള വാല്യൂസ് അസാധാരണമായി കണക്കാക്കാം. ഓക്കെ. അപ്പോൾ ഈ റെഫറൻസ് റേഞ്ചുകൾക്ക് പിന്നിൽ ഈ ആശയമാണുള്ളത്. ഒരു പരിധിവരെ അതെ. ഇനി നമ്മൾ ഈ ഗവേഷണ റിപ്പോർട്ടുകളിലൊക്കെ എപ്പോഴും കാണുന്ന ചില സംഭവങ്ങളുണ്ട്. ടെസ്റ്റ്, അനോവ എന്നൊക്കെ പറഞ്ഞ് ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ്, പ്രാധാന്യ പരിശോധനകൾ. ഇതിലൊക്കെ ഈ മീനിനും SD-ക്കും എന്തെങ്കിലും പങ്കുണ്ടോ, അതോ ഇത് വേറെ വല്ലതുമാണോ? ഓ, വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട്. ഈ പറഞ്ഞ ടെസ്റ്റ്, അനോവ പോലുള്ള പാരാമെട്രിക് സിഗ്നിഫിക്കൻസ് ടെസ്റ്റിന്റെ എല്ലാം അടിസ്ഥാനം തന്നെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനുമാണ്. ആണോ? അതെ. ഈ ടെസ്റ്റുകൾ പ്രധാനമായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണത്? നമ്മൾ 2 ഗ്രൂപ്പുകൾ തമ്മിൽ, ഉദാഹരണത്തിന് ഒരു പുതിയ മരുന്ന് കൊടുത്ത ഗ്രൂപ്പും മരുന്ന് കൊടുക്കാത്ത പ്ലസീബോ ഗ്രൂപ്പും ഒരു വ്യത്യാസം കാണുന്നുണ്ട്. ആ വ്യത്യാസം ശരിക്കും മരുന്നിന്റെ ഫലം കൊണ്ടാണോ അതോ വെറും യാദൃശ്ചികമായി സംഭവിച്ചതാണോ? ഇസ് ദ ഡിഫറൻസ് റിയൽ ഓർ ഡ്യൂ ടു ചാൻസ്? ഓക്കെ, ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനാണോ ഈ ടെസ്റ്റുകൾ? അതെ. ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ടെസ്റ്റിന് പ്രധാനമായും 2 വിവരങ്ങൾ വേണം. എന്തൊക്കെ? 1, 2 ഗ്രൂപ്പുകളുടെ മീനുകൾ, ശരാശരികൾ തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? ഡിഫറൻസ് ബിറ്റ്വീൻ മീൻസ്. ഇതിനെ നമുക്ക് എഫക്റ്റ് അഥവാ ഫലം എന്ന് വിളിക്കാം. വ്യത്യാസം വലുതാണോ ചെറുതാണോ? ശരി. രണ്ടാമത്തേത്? 2, ഓരോ ഗ്രൂപ്പിനുള്ളിലും ഡേറ്റ എത്രത്തോളം ചിതറിക്കിടക്കുന്നു. അതായത് ഓരോ ഗ്രൂപ്പിന്റെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ SD എത്രയാണ്? ഇതിനെ നമുക്ക് വേരിയബിലിറ്റി അല്ലെങ്കിൽ നോയ്സ് എന്ന് വിളിക്കാം. ഓക്കെ. മീനുകളുടെ വ്യത്യാസം, ഇഫക്റ്റ്, ഗ്രൂപ്പിലെ ചിതരലും, നോയ്സ്. അതെ. ഇനി ഈ ടെസ്റ്റ് എങ്ങനെയാണ് തീരുമാനമെടുക്കുന്നതെന്ന് നോക്കാം. വളരെ ലളിതമായി പറഞ്ഞാൽ, ഗ്രൂപ്പുകൾ തമ്മിലുള്ള മീൻ വ്യത്യാസം നല്ല വലുതും എന്നാൽ ഓരോ ഗ്രൂപ്പിനകത്തുമുള്ള ഡേറ്റയുടെ ചിതറൽ SD അഥവാ നോയ്സ് വളരെ കുറവുമാണെങ്കിൽ, അപ്പോൾ ടെസ്റ്റ് പറയും ഈ വ്യത്യാസം വെറുതെ ഉണ്ടായതല്ല, ഇത് യാദൃച്ഛികമല്ല, ഇത് യഥാർത്ഥത്തിലുള്ള വ്യത്യാസമാണ്, സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കന്റ്. നേരെ മറിച്ച് മീനുകൾ തമ്മിലുള്ള വ്യത്യാസം കുറവും ഗ്രൂപ്പുകളിലെ ചിതറൽ SD ഭയങ്കര കൂടുതലുമാണെങ്കിൽ ടെസ്റ്റ് പറയും ഈ കാണുന്ന വ്യത്യാസം യാദൃച്ഛികമായി ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഇത് യഥാർത്ഥമാണെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ പേപ്പറിൽ കാണുന്ന p-വാല്യൂ 0.05 എന്നൊക്കെ പറയുന്നത് ഇതിനെ അടിസ്ഥാനമാക്കിയാണ്. കൃത്യമായി പറഞ്ഞാൽ ആ p-വാല്യൂ കണക്കാക്കുന്നത് ഈ മീനുകളും SD-കളും ഉപയോഗിച്ചാണ്. അതുകൊണ്ട് മീനും SD-യും എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കാതെ ഒരു ഗവേഷണ റിപ്പോർട്ടിലെ ഈ സിഗ്നിഫിക്കൻസ് ടെസ്റ്റുകളുടെ റിസൾട്ട് ശരിക്കും വ്യാഖ്യാനിക്കാൻ പറ്റില്ല. വെറുതെ p-വാല്യൂ നോക്കിയിട്ട് കാര്യമില്ല. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോ ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഡെന്റിസ്ട്രിയിൽ ഈ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയും മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനും അറിയേണ്ടതിന്റെ പ്രാധാന്യം എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചുരുക്കി പറയാമോ? ആദ്യം സെൻട്രൽ ടെൻഡൻസി, മീൻ മീഡിയൻ മോഡ്, ഇവ എവിടെയൊക്കെയാണ് ഉപകാരപ്പെടുക? ഓക്കെ. മീൻ പ്രധാനമായും ശരാശരി ഫലങ്ങൾ താരതമ്യം ചെയ്യാൻ. ഉദാഹരണത്തിന് ഒരു പുതിയ ഫില്ലിംഗ് മെറ്റീരിയൽ പഴയതിനേക്കാൾ ശരാശരിയിൽ കൂടുതൽ കാലം നിലനിൽക്കുന്നുണ്ടോ?
അല്ലെങ്കിൽ ഒരു രോഗിയുടെ പ്ലാക്ക് സ്കോർ ചികിത്സയ്ക്ക് മുൻപും ശേഷവും എടുത്ത് അതിന്റെ മീൻ വ്യത്യാസം നോക്കി ചികിത്സയുടെ ശരാശരി പുരോഗതി അളക്കാൻ. ശരി. മീഡിയൻ ഡാറ്റയിൽ ഔട്ട്ലയേഴ്സ് ഉണ്ടാകാൻ സാധ്യതയുള്ളപ്പോൾ ഉപയോഗിക്കാം. ഉദാഹരണത്തിന് ശരാശരി സലൈവ ഫ്ലോ റേറ്റ് കണക്കാക്കുമ്പോൾ ചിലർക്ക് വളരെ കുറഞ്ഞ റേറ്റ് ഉണ്ടാകാം. അപ്പോൾ മീഡിയൻ ഉപയോഗിക്കുന്നത് മീനിനേക്കാൾ നല്ലൊരു സാധാരണ ചിത്രം തരും. അതുപോലെ ചില രോഗികളുടെ ചികിത്സാ കാലയളവ് വളരെ നീണ്ടുപോയേക്കാം. അത്തരം ഡാറ്റയിലും മീഡിയനാണ് നല്ലത്. ഓക്കെ, ഔട്ട്ലയേഴ്സ് ഉള്ളപ്പോൾ മീഡിയൻ. അതെ. മോഡ് ഏറ്റവും സാധാരണമായ കാര്യങ്ങൾ തിരിച്ചറിയാൻ. ഏറ്റവും കൂടുതൽ രോഗികൾ റിപ്പോർട്ട് ചെയ്യുന്ന ലക്ഷണം ഏതാണ്? ഡോക്ടർമാർ ഏറ്റവും കൂടുതൽ നിർദ്ദേശിക്കുന്ന ചികിത്സ ഏതാണ്? ഒരു കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും സാധാരണയായി കാണുന്ന ഓറൽ ഹൈജീൻ പ്രാക്ടീസ് എന്താണ്? ഇതൊക്കെ അറിയാൻ മോഡ് സഹായിക്കും, കാറ്റഗോറിക്കൽ ഡാറ്റയിൽ പ്രത്യേകിച്ചും. ഓക്കെ, ഇനി ഡിസ്പേർഷൻ, പ്രധാനമായും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ SD, അതറിയുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? SD-യുടെ പ്രാധാന്യം ചിലപ്പോൾ മീനിനേക്കാളും കൂടുതലാണ്, പ്രത്യേകിച്ചും ഗവേഷണ ഫലങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ. അതെങ്ങനെ? 1. വിശ്വാസ്യത അളക്കാൻ, റിലയബിലിറ്റി, കൺസിസ്റ്റൻസി. ഒരു പഠനത്തിൽ ഒരു മരുന്നിന് നല്ല ഫലം കാണിക്കുന്നു, പക്ഷേ അതിന്റെ SD വളരെ വലുതാണെങ്കിൽ എന്താണർത്ഥം? ഫലം സ്ഥിരതയില്ലാത്തതാണ്. ചിലരിൽ നന്നായി, ചിലരിൽ അത്ര നന്നായില്ല. അതെ. അപ്പോ ആ കണ്ടെത്തലിന്റെ വിശ്വാസ്യതയെക്കുറിച്ച് നമുക്കൊരു സംശയം വരും. നേരെ മറിച്ച് മീൻ വ്യത്യാസം അത്ര വലുതല്ലെങ്കിലും SD വളരെ ചെറുതാണെങ്കിലോ? ഫലം സ്ഥിരതയുള്ളതാണ്. മിക്കവരിലും ഏകദേശം ഒരേപോലെ പ്രവർത്തിക്കുന്നു. അതെ, അത് ആ കണ്ടെത്തലിന് കൂടുതൽ വിശ്വാസ്യത നൽകും. അപ്പോ SD നോക്കി ഒരു കണ്ടെത്തലിന്റെ സ്ഥിരതയും വിശ്വാസ്യതയും നമുക്ക് വിലയിരുത്താം. ശരി. രണ്ടാമത്തെ കാര്യം, സാധാരണമോ അസാധാരണമോ എന്ന് തിരിച്ചറിയാൻ നോർമൽ വേഴ്സസ് അബ്നോർമൽ. നേരത്തെ പറഞ്ഞ എംപിറിക്കൽ റൂൾ ഓർമ്മയുണ്ടല്ലോ? 68, 95, 99.7. അതെ, ഒരു രോഗിയുടെ ഒരു പ്രത്യേക അളവ്, ഉദാഹരണത്തിന് പോക്കറ്റ് ഡെപ്ത് 6 mm എന്നത് സാധാരണ പരിധിയിലാണോ അതോ അസാധാരണമായി ഉയർന്നതാണോ എന്ന് നിർണ്ണയിക്കാൻ ആ ഗ്രൂപ്പിന്റെ മീനും SD-യും അറിഞ്ഞാൽ സാധിക്കും. ഇത് രോഗനിർണയത്തിൽ സഹായിക്കും. ഓക്കെ. മൂന്നാമതായി, ചികിത്സാ തീരുമാനങ്ങൾ എടുക്കാൻ. ഒരു പുതിയ ചികിത്സയുടെ ശരാശരി ഫലം മീൻ വളരെ മികച്ചതാണെന്ന് കരുതുക. പക്ഷെ അതിന്റെ SD വളരെ വലുതാണെങ്കിൽ ഒരു ഡോക്ടർക്ക് മനസ്സിലാക്കാം, ഓക്കെ, ഇത് ശരാശരിയിൽ നല്ലതാണെങ്കിലും എന്റെ ഈ പ്രത്യേക രോഗിയിൽ ഇതെങ്ങനെ പ്രതികരിക്കുമെന്ന് ഉറപ്പില്ല, കാരണം ഫലത്തിൽ വലിയ വ്യതിയാനമുണ്ട്. ശരിയാണ്. ഇത് വ്യക്തിഗത ചികിത്സാ പ്ലാനുകൾ തയ്യാറാക്കാൻ സഹായിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഈ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും എന്ന് പറയുന്നത് ബയോസ്റ്റാറ്റിസ്റ്റിക്സിലെ ഒരു അക്ഷരമാല പോലെയാണ്. അക്ഷരമാലയോ? അതെ. കൂടുതൽ സങ്കീർണമായ ആശയങ്ങളായ നോർമൽ കർവ്, പ്രോബബിലിറ്റി, സാധ്യത, കോൺഫിഡൻസ് ഇന്റർവെൽസ്, വിശ്വാസ്യത ഇടവേളകൾ, P-വാല്യൂസ്, സിഗ്നിഫിക്കൻസ് ടെസ്റ്റുകൾ, T-ടെസ്റ്റ്, അനോവ പോലുള്ളവ, ഇവയുടെ എല്ലാം അടിത്തറ ഈ മീനും SD-യുമാണ്. ശരിയാണ്. ഈ രണ്ട് അടിസ്ഥാന ആശയങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാതെ നമുക്ക് ഗവേഷണ പ്രബന്ധങ്ങൾ ശരിയായിട്ട് വായിച്ച് അതിലെ വിമർശനാത്മകമായി വിലയിരുത്താൻ ക്രിട്ടിക്കലി അപ്രൈസ് കഴിയില്ല. അതുപോലെ തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ള ഡെന്റിസ്ട്രി, എവിഡൻസ് ബേസ്ഡ് ഡെന്റിസ്ട്രി EBD പ്രാവീണ്യത്തോടെ ചെയ്യാനും സാധിക്കില്ല. അപ്പോൾ അടിസ്ഥാനം വളരെ പ്രധാനമാണ്. വളരെ പ്രധാനം. ഓക്കേ, അപ്പോ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ആഴത്തിലുള്ള വിശകലനം നമുക്ക് പതുക്കെ ഉപസംഹരിക്കാം. നമ്മൾ പ്രധാനമായും 2 കാര്യങ്ങൾ കണ്ടു. സെൻട്രൽ ടെൻഡൻസി, അതായത് ഡാറ്റയുടെ കേന്ദ്രം അല്ലെങ്കിൽ സാധാരണ മൂല്യം പറയാൻ സഹായിക്കുന്ന മീൻ, മീഡിയൻ, മോഡ്. പിന്നെ ഡിസ്പേർഷൻ, അതായത് ഡാറ്റ എത്രത്തോളം പരന്നു കിടക്കുന്നു എന്ന് പറയാൻ സഹായിക്കുന്ന റേഞ്ച്, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതെ, കേന്ദ്രവും പറക്കലും. ഇതിൽ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഒരുമിച്ച് വരുമ്പോഴാണ് ഡാറ്റയുടെ ഒരു പൂർണ്ണ ചിത്രം കിട്ടുന്നത്. ശരിയാണ്. ഞാനിതിനെ ഒരു ഭൂപടവും കോമ്പസും പോലെയാണ് കാണുന്നത്. ഭൂപടവും കോമ്പസുമോ? അതെ. നിങ്ങൾ ഡേറ്റയുടെ ആ വലിയ ലോകത്ത് എവിടെയാണ് നിൽക്കുന്നതെന്ന് മീൻ പറയുമ്പോൾ ആ സ്ഥാനം എത്രത്തോളം കൃത്യമാണ്, എത്രത്തോളം വിശ്വസനീയമാണെന്ന് SD പറയുന്നു. നല്ല അനാലജി. അതുകൊണ്ട് ഒരു അവസാന ചിന്തയായിട്ട്, നിങ്ങൾ അടുത്ത തവണ ഒരു ഡെന്റൽ ഗവേഷണ റിപ്പോർട്ട് വായിക്കുമ്പോൾ അതിലെ പ്രധാന കണ്ടെത്തൽ ഒരു മീൻ വാല്യൂ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അതിനോടൊപ്പം തന്നെ മിക്കവാറും ഒരു +or- ഇട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കൊടുത്തിട്ടുണ്ടാവും. കാണാറുണ്ട്. ആ SD വാല്യൂ ശ്രദ്ധിക്കുക. അത് ചെറുതാണോ വലുതാണോ? ആ നമ്പർ ആ കണ്ടെത്തലിന്റെ സ്ഥിരതയെയും വിശ്വാസ്യതയെയും കുറിച്ച് നിങ്ങൾക്ക് എന്തു സൂചനയാണ് നൽകുന്നത്?
ഈ വിവരം നിങ്ങളുടെ ക്ലിനിക്കൽ കാഴ്ചപ്പാടിനെയും ഒരുപക്ഷെ ചികിത്സാ തീരുമാനങ്ങളെയും എങ്ങനെ സ്വാധീനിക്കും? ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ ചോദ്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വായിക്കാനും പഠിക്കാനും ശ്രമിക്കുക. അത് നിങ്ങളുടെ അറിവിനെ കൂടുതൽ ആഴമുള്ളതാക്കാൻ സഹായിക്കും. തീർച്ച. വളരെ നന്നായി വിശദീകരിച്ചു. ഇന്നത്തെ ഈ ചർച്ച ശ്രദ്ധിച്ച എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി. നന്ദി. വീണ്ടും മറ്റൊരു വിഷയവുമായി കാണാം.